ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ബനാന കിണ്ണത്തപ്പമാണ്. ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനാവശ്യമായിട്ട് ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഇതിന് ഒരു അരക്കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലിട്ട് അല്പം വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം വേണ്ട, അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിനാവശ്യമായിട്ട് 2 ഏത്തക്ക ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അല്പം നെയ്യ് കടായിൽ ഒഴിച്ചിട്ട് നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഏത്തക്ക ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഏത്തക്ക നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരേക്കും ഒന്ന് ഇളക്കാം. നന്നായിട്ട് ഏത്തക്ക നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരക്കപ്പോളം തേങ്ങ, തിരികിയ തേങ്ങ ഇതിനകത്തേക്ക് ഇടാം. ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി, തേങ്ങയുടെ ഒരു പച്ച ഒരു ഇത് മാറുന്ന വരേക്കും ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ഇടാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യമേ മൊത്തം കൂടി എടുത്തൊഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തക്കയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് കാഷ്യൂസ് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം. ചെറുതായിട്ട് നുറുക്കിയ കാഷ്യൂസാണ് ഇടേണ്ടത്. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി. ഇനി ഞാൻ ബാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇത് നമുക്ക് ഇനി ഒരു ബൗളിനകത്ത് ഒഴിക്കാം. ബൗളിൽ വന്നിട്ട് നമുക്ക് ഒന്നേ ബട്ടർ പേപ്പർ വയ്ക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ നെയ്യ് തടവിയാലും മതി. അതിനുശേഷം ഈ മിക്സ് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇത് നല്ല ഒന്ന് ടാപ്പ് ചെയ്യാം. ബബിൾസ് എല്ലാം പോയി നന്നായിട്ടൊന്ന് സെറ്റായി വരും. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് തുറന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് വെച്ചൊരു 20-25 മിനിറ്റ്സോളം വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് 25 മിനിറ്റ്സോളം ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ബനാന കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.